ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രഭ നല്ലൊരു ആക്ടറാണ്, നടിയാണ്, ഒരു ഡാൻസറാണ്, ഒരു ഗായികയാണ്. ആ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരുപാട്, ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞു പോയത്. കാരണം നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിവർത്തനങ്ങളും ചെയ്തതിന് ശേഷമാണ് അവർ സ്വന്തം ജീവിതം തിരികെ പിടിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം ഒരു കാര്യത്തെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് പണ്ടുള്ള വട്ടാണ് ഇപ്പോൾ ഡിപ്രഷൻ എന്നിവരെ പറഞ്ഞു വെക്കുകയാണ് ആ സ്ത്രീ എന്നുള്ളതാണ്. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. നമുക്ക് കൃഷ്ണപ്രിയ നടത്തിയ ആ ഒരു പരാമർശം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷങ്ങളാണ് കണ്ടത്. അതിൻ്റെ താഴത്ത് വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ആൾക്കാർ അത് ഹേർട്ട് ചെയ്തു എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. നമുക്ക് കൃഷ്ണപ്രഭ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞ പരാമർശത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സമയം പോവുക അതല്ലേ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. പിന്നെ എന്താ അറിയോ, നമ്മൾ ക്ഷമയോടുകൂടി കുറെ കാലം നിൽക്കുമ്പോ ദൈവം തന്നെ വിചാരിക്കും ഇത് പോണില്ലല്ലോ എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നടത്തിയ പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു പണിയും കൂലിയും ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്ന ഒരു രോഗമാണ് ഡിപ്രഷൻ എന്ന നിലക്കാണ് ആ സ്ത്രീ അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ട് കാണുന്നത്. മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞു വെക്കുന്നത്, പണ്ടുള്ളവർ ഇതിനെ വട്ടി എന്ന് പറയും, ഇപ്പമുള്ളവർ പുതിയ രൂപത്തിൽ അതിനെ ആധുനികവൽക്കരിച്ച് പറയുന്ന പേരാണ് ഡിപ്രഷൻ എന്ന രീതിയിലാണ് നമ്മുടെ കൃഷ്ണപ്രഭ അതിനോട് സംസാരിച്ച് വെക്കുന്നത്. വളരെ സങ്കടം തോന്നി കേട്ടപ്പോൾ. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ചില ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ചിലപ്പോൾ പ്രേമ നൈരാശ്യം കൊണ്ട്, ചിലപ്പോൾ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട്, ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ചിലപ്പോൾ ജോലിയിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സ്ഥാന ഇറക്കം കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ടും മനുഷ്യന് ജീവിതത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരാമെന്നുള്ളതാണ്. അത്തരം ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഒരു വേദനയും വിഷമവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാഠിന്യവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്ത്രീയുടെ വർത്തമാനത്തിൽ വളരെ ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് ആ ഒരു സൂക്കേടിനെ തീർച്ചയായിട്ടും വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ വക്രീകരിക്കുന്നതാണ്. നമുക്ക് ആ ഷോയിൽ അവതാരിക പോലും അത് തിരുത്താൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളത് വളരെ വിഷമമാണ്. കാരണം അത്തരം ഒരു അബദ്ധമാണ് ആ സ്ത്രീ പറയുന്നത് എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങളത് പിൻവലിക്കണം എന്നുള്ള ഒരു പരാമർശമെങ്കിലും ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവതാരികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തായാലും ഏത് നാട്ടിലായാലും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളടക്കം ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു സൂക്കേടിൽ കൂടി കടന്നു പോവുകയാണ്. പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കൂലിയും വേലയും ഒന്നും ഇല്ലാത്തവർക്ക് വരുന്ന ഒരു സൂക്കേടല്ല എന്നുള്ളതാണ്. ആരോ ഈ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ വിവരമില്ലായ്മ കൊണ്ടോ വിളിച്ചു പറയുകയാണ്. കാരണം ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാരടക്കം അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥന്മാരടക്കം ഒരുപാട് നടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സാനിയ അയ്യപ്പൻ അടക്കം അല്ലെങ്കിൽ സനുഷ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ നടി, അവർ തന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. അത്രയ്ക്കും വളരെ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു വിഷമങ്ങൾ നമുക്ക് ആരുമില്ലാത്തതുപോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്തരം ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ചില ആൾക്കാർ മരണത്തിൽ വരെ അഭയം പ്രാപിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജിനെയാണ് ഈ സ്ത്രീ വട്ട് കേസാണ് അത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൂലിയും പണിയും ഇല്ലാത്തവർക്കാണ് പോലും ഈ ഡിപ്രഷൻ സ്റ്റേജ് വരുന്നത് എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത് ശരിക്കും വിവരമില്ലാത്തവർക്ക് മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സാരാർത്ഥം. ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് എന്താണ് സ്ത്രീ പറഞ്ഞത് എന്നും ഇതിനുള്ള മറുപടി അവർ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും കാണാം. ആരണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലേ. പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് നടി പിടിച്ചിരിക്കുന്നത് കാരണം, വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം, ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം, അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫോർ യു. ഇതുകൊണ്ട് മാത്രമല്ല
mental illness വരും. It can be financial, it can be career related, it can be family, it can be genetical, it can be biological. So there can be multiple reasons. So if you don't know about it, educate yourself. This is not something to joke about. This is not something to laugh at. കാരണം ബാക്കിയുള്ളവർക്ക് വരുമ്പോഴാണ് നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റുള്ളൂ. നമ്മൾ ആ അവസ്ഥയിൽ വരുമ്പോഴാണ് we understand the seriousness of this. So at least for the people who are watching this, please educate yourself before you make any comment about mental health issues, because it's already a stigmatized area, and please don't make it any more difficult for people who are going through it. തീർച്ചയായിട്ടും ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സൈക്കോളജിസ്റ്റ് ആ സ്ത്രീ പറഞ്ഞ, കൃഷ്ണപ്രഭ പറഞ്ഞ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും 100% നമുക്കറിയാത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ തന്നെയാണ് അവർ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് സത്യം. എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാവർക്കും അറിവുണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ വേണ്ടി പാടില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും അറിവുണ്ടാവുകയില്ല. പക്ഷെ അവർ അറിവുള്ളതുപോലെയാണ് സംസാരിച്ച് വെക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ആ അനുഭവം വരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാഠിന്യവും അതിൻ്റെ വിഷമവും എത്രമാത്രമാണ് മനസ്സിലാവുകയുള്ളൂ. അത് വരാത്ത കാലത്തോളം ഈ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഈ ഡാൻസർക്കും അതുപോലെ തന്നെ ഗായികയുമായ ഈ സ്ത്രീക്ക് ഒരിക്കലും അതിൻ്റെ കാഠിന്യവും അതിൻ്റെ വേദനയും അതിൻ്റെ വിഷമവും അതിൻ്റെ ഘട്ടങ്ങളൊന്നും തന്നെ മനസ്സിലാവാൻ വേണ്ടി പോകുന്നില്ല. ഇത്തരം പരാമർശങ്ങൾ തീർച്ചയായിട്ടും ആ സ്ത്രീ കാണുന്നുണ്ട് എങ്കിൽ ദയവായി ആ പരാമർശം പിൻവലിച്ച് ഇത്തരം ആൾക്കാരോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. കാരണം സമൂഹത്തിൽ ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളായാലും സാമൂഹ്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായാലും ഇനി ചെറിയ കുട്ടികൾ വരെ ഇപ്പം ഇത്തരം സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിനെ ഒരു ഭ്രാന്തായി എഴുതിത്തള്ളേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊരു സിറ്റുവേഷനാണ്, അതൊരു ഘട്ടമാണ്. ആ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് പതിവിനെക്കാട്ടിലും നല്ല രീതിയിൽ തിരിച്ചു വരാനും ഒക്കെ ജീവിതം തിരിച്ച് കൈ പിടിക്കാനും എല്ലാം തന്നെ സാധിക്കും. അത്തരം ആൾക്കാരോട് തീർച്ചയായും നമ്മളൊരു മമത, ഒരു സ്നേഹം, ഒരു കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ ഒരു കൂട്ടിപ്പിടിക്കൽ, അതാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കൃഷ്ണപ്രഭയും അത് മനസ്സിലാക്കിയതിന് ശേഷം ആ പരാമർശത്തെ പിൻവലിക്കണമെന്ന് മാത്രമാണ് നമുക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അഭിപ്രായമായി നിങ്ങൾ രേഖപ്പെടുത്തണം. ഇതിനുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.